ഹായ് കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നന്ദു എസ് ഐ ജോയിൻ ചെയ്തതിന് ശേഷം നന്ദുവിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നന്ദു സ്റ്റേഷനിലെ തിരക്കിട്ട ഓരോരോ ഫയൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് നന്ദുവിനെ കാണാനായിട്ട് വരികയാണ്. മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ നന്ദു എഴുന്നേറ്റിട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അയ്യോ മുത്തശ്ശൻ എന്താ ഇവിടെ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല മോളെ എസ് ഐ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനന്തപുരിയിലോട്ട് വന്നെന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് വന്നൊന്ന് കാണാമെന്ന് ഓർത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ മുത്തശ്ശൻ എന്നിങ്ങനെ പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ പോലെ നീതിയും ന്യായവും നടപ്പാക്കുന്ന ഒരു പോലീസുകാർ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ മോക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യാറില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, എനിക്കറിയാം മുത്തശ്ശ, അന്ന് ആ ട്രെയിനിങ് ക്യാമ്പിൽ പോലും മുത്തശ്ശനും ആദർശേട്ടനും എന്നെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ ഈ പോസ്റ്റിൽ ഈ കസേരയിൽ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായിരുന്നു ഞാനന്ന്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ജോലിയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ഒരു ഫയൽ എടുത്തിട്ട് നന്ദുവിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. എന്താ മുത്തശ്ശ ഇതെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇത് മോളറിഞ്ഞ് കാണുമല്ലോ, നമ്മുടെ ജ്വല്ലറിയിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ കാര്യം. കള്ളസ്വർണ്ണം നമ്മുടെ ജ്വല്ലറിയിൽ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്നിട്ട് അത് ആഭരണങ്ങളാക്കി മൂർത്തീസ് ജ്വല്ലറി വഴി വിറ്റു എന്നാണ് പറയുന്നത്. ഇന്ന് വരെ നമ്മുടെ ജ്വല്ലറിയിൽ സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു. 10-60 വർഷം കൊണ്ട് ഒരു മായവും ഇല്ലാതെ ഒരു കലർപ്പും ഇല്ലാതെ ശുദ്ധമായ സ്വർണം കൊടുത്ത് അതുപോലെ തന്നെ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടേത്. ഇതുവരെ ഇങ്ങനെ ഒരു പേരുദോഷം നമ്മുടെ കമ്പനിക്കോ അല്ലെങ്കിൽ ജ്വല്ലറിക്കോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് അതും സംഭവിച്ചു. 1-2 മാസമായി ഇത് സംഭവിച്ചിട്ട്. ഞാൻ അന്ന് തന്നെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്ന എസ് ഐനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ ഒരു അന്വേഷണവും നടത്തിയതാണ്. പക്ഷേ അയാളുടെ അന്വേഷണം സത്യസന്ധമായ രീതിയിലായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് പ്രതിയെയും കണ്ടെത്താൻ പറ്റുമായിരുന്നു. അയാൾ അതിനുവേണ്ടി ശ്രമിക്കാത്തതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിൽ ഇതിൽ മറ്റാരുടെ ഇടപെടലുണ്ട്. ആരാണോ ആ സ്വർണ്ണക്കടത്തിന് കാരണക്കാരൻ അവൻ തന്നെ ആയിരിക്കും ആ പോലീസുകാരെയും സ്വാധീനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇനി എനിക്ക് മറ്റാരെയും വിശ്വാസമില്ല മോളെ. അത് നന്ദു ആകുമ്പോഴേക്കും എനിക്ക് വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാമല്ലോ. തന്നെയുമല്ല, ഈ ഒരു വാർത്ത മീഡിയാസ് അറിയാനും പാടില്ലല്ലോ. മീഡിയാസൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവർക്ക് ആഘോഷിക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോളാകുമ്പോഴേക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരൻ ആരാന്നുള്ളത് കണ്ടുപിടിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ ഒരു ഫയലിൽ മോൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. പിന്നെ പഴയ കേസ് ഡയറി എടുത്ത് നോക്കിയാൽ അറിയാം, ബാക്കി ഡീറ്റെയിൽസൊക്കെ ആ ഒരു ഫയലിലും കിട്ടും. മോള് തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പം നമ്മുടെ നന്ദു പറയുകയാണ്, തീർച്ചയായും മുത്തശ്ശ, ഇങ്ങോട്ടേക്ക് ഞാൻ വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ കേസാണ്. ഞാനിത് സത്യസന്ധതയോടുകൂടി തന്നെ അന്വേഷിച്ച് ഇതിൽ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മുടെ കമ്പനിക്ക് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായെങ്കിൽ പിന്നെ അയാളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് നമ്മുടെ കമ്പനിക്കും മൂർത്തീസ് ജ്വല്ലറിക്കും ഒക്കെ ഒരു നാണക്കേട് ഉണ്ടാക്കും മുത്തശ്ശ. അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട്, മോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ കുറ്റക്കാരനെ കണ്ടുപിടിക്കണം. അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കാൻ പാടില്ല. അതുപോലൊരു ശിക്ഷ വേണം അവന് കൊടുക്കാൻ. മാതൃകാപരമായിട്ട് തന്നെ അവനെ ശിക്ഷിക്കുകയും ചെയ്യണം. ഇത്രയും നാളത്തെ എൻ്റെ സൽപ്പേരാണ് അവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ നന്ദു ആണെങ്കിലും ആ കേസ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ്റെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹവും മേടിക്കുന്നുണ്ട്. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴായിരിക്കും അനി അങ്ങോട്ടേക്ക് നന്ദുവിനെ കാണാനായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശനെ കണ്ട പാടെ തന്നെ അനി നിന്ന് പരുതുകയാണ് കേട്ടോ. എന്താ അനിയെ കാണുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ അനി, എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ടേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പുറത്തെ ആ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നന്ദു ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി കയറി വരുന്നത് നമ്മുടെ നന്ദു കാണുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വരാ, ഇത് അതിലും വലിയ പണിയായല്ലോ. ആകെ മൊത്തത്തിൽ കൊള്ളവായല്ലോ. ഇവനോട് ഞാൻ പറഞ്ഞു മടുത്തു. ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ. വന്നതേ ഇപ്പം മുത്തശ്ശൻ്റെ മുമ്പിൽ തന്നെ വന്ന് ചാടിയില്ലേ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ തന്നെ അവന് 2 കുറവുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും എൻ്റെ പിന്നാലെ നടക്കുന്ന അവൻ മാറ്റുന്നില്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പം അവന് ചെറിയൊരു മാറ്റമൊക്കെ വരുമെന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ നന്ദു. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ അനി, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓ അപ്പോൾ എസ് ഐയെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നന്ദുവിന് പിന്നീട് ചുറ്റരുതെന്ന്. ഞാൻ മാത്രമല്ല, നിൻ്റെ അമ്മയും അമ്മായിയും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ ഇതെന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ.
അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ അവളെ കാണാൻ വേണ്ടി വന്നതല്ല മുത്തശ്ശ, എൻ്റെ ബൈക്ക് മോഷണം പോയി, അത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. ബൈക്ക് മോഷണം പോയെന്ന് അനി പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ബൈക്കോ? പിന്നെ ഹെൽമെറ്റ് നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ അനി പറയുന്നുണ്ട്, ഹെൽമെറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മുത്തശ്ശ, ബൈക്കാണ് മോഷണം പോയത്. അത് പിന്നെ ഞാൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഒരു കടയിലേക്ക് കയറി തിരിച്ചു വന്നപ്പോഴേക്കും ബൈക്ക് കാണാനില്ല മുത്തശ്ശ. അപ്പം നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളവും പറയാറായി അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ അനിയുടെ കൈയും പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അനിയെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നും നീ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നന്ദു ഇപ്പം പണ്ടത്തെ പോലെ ഒരു പെൺകുട്ടിയല്ല, അവളിപ്പോൾ ഒരു എസ് ഐ ആണ്, അവളൊരു പോലീസ് ഓഫീസറാണ്, അവൾക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് അവളുടെ കൃത്യനിർവഹണത്തിന് നീ തടസ്സം നിൽക്കാൻ പാടില്ല. അവളുടെ കാരണം ആ കുട്ടിക്ക് ഒരു പേരുദോഷം ഉണ്ടാവാനോ അവളുടെ ജോലിയിൽ ഒരു കളങ്കം ഏർപ്പെടാനോ പാടില്ല എന്ന് മുത്തശ്ശൻ താക്കീത് കൊടുക്കുകയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശൻ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം, നിനക്ക് നിന്റെ ഭാര്യനെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല, അതിന് പകരം നീ ഇപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുക എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, മുത്തശ്ശ, അവളെപ്പോലെ ഒരു പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവളുടെ സ്വഭാവം അത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവമാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതൊരാളുടെ സ്വഭാവം മാറ്റാനും നമ്മളെ കൊണ്ട് സാധിക്കും മോനെ, നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി, ഏതൊരു പെണ്ണും അരിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരും, അതാണ് പെണ്ണുങ്ങളുടെ മനസ്സ്. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ മുത്തശ്ശൻ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല അനാമിക, അവൾ പക്ക ഫ്രോഡാണ്, അവളും അവളുടെ ഫാമിലിയും ഒക്കെ ഫ്രോഡുകളാണ്, അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമാണ് മുത്തശ്ശ. അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മാത്രമാണ് അവളുടെ കണ്ണിലുള്ളത്, അവൾക്ക് എന്നോട് ഒരു താല്പര്യവുമില്ല, അവൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രമാണെന്നൊക്കെ പറയാണ്. അവൾ പല പ്രാവശ്യം അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് അവളെപ്പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. എത്ര ജന്മം എടുത്താലും നന്ദു ആയിരിക്കും എൻ്റെ ഭാര്യ. കല്യാണത്തിന് മുമ്പ് പോലും ഞാൻ ആരെയും പ്രേമിച്ചിട്ടുണ്ടായിരുന്നില്ല, പോലും എനിക്ക് ഇതുപോലെ ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിട്ടില്ല മുത്തശ്ശ, എപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടുന്ന് പോവുകയാണ് കേട്ടോ. അനി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കാണുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശന് സങ്കടമാവുന്നുണ്ട്. മുത്തശ്ശൻ കാറിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എല്ലാം എൻ്റെയും കൂടെ തെറ്റായിരുന്നു, കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു, രണ്ടുപേരും ഇരുത്തി മനസ്സമ്മതം ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടതായിരുന്നു, അവർക്ക് പൊരുത്തമില്ലാതെ നടത്തിയ കല്യാണമായി പോയല്ലോ. ഇവരുടെ ഈ പോക്കും കാഴ്ചയും ഇതെല്ലാം നമ്മുടെ നന്ദു ജനലിൽ കാണുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴേക്കും നന്ദുവിനും നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അവരങ്ങോട്ടേക്ക് പോയതിന് ശേഷം നമ്മുടെ നന്ദു ആണെങ്കിൽ മുത്തച്ഛൻ കൊടുത്ത ആ ഫയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോടൊക്കെ ചോദിച്ചിട്ട് പഴയ ആ കേസിൻ്റെ ഡീറ്റെയിൽസും കൂടെ കളക്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും തന്നെ പഴയ എസ് ഐക്ക് ഒത്താശ ചെയ്ത് കൊടുത്തോണ്ടിരുന്ന ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾ അബിയോട് വിളിച്ച് പറയുന്നുണ്ട്, സാറേ, സാറിൻ്റെ മൂർത്തി മുത്തശ്ശൻ ഇന്നിവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, മൂർത്തി സാർ വന്നിട്ട് നേരിട്ട് തന്നെ എസ് ഐയുടെ കയ്യിൽ ആ കേസിൻ്റെ ഫയലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി ഇത് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആകെ കുഴപ്പമായല്ലോ, ഇത് കറങ്ങി തിരിഞ്ഞ് അവളുടെ കയ്യിൽ തന്നെ വന്നോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടി തന്നെയല്ലേ, അപ്പോൾ ആ കുട്ടീനെ ഒന്ന് സ്വാധീനിച്ചാൽ കേസ് നമ്മുടെ വഴിക്ക് പോവില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്, പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അവള്, നിയമം വിട്ട ഒരു കളിക്ക് അവൾ നിൽക്കില്ല, കാശും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ നല്ല ഇടി കിട്ടും, 5-6 ആണുങ്ങളെ വരെ എടുത്ത് പെരുമാറാനുള്ള കരുത്തുണ്ട് അവൾക്ക്, അവളുടെ കയ്യിൽ എന്നെ കിട്ടിയാലുണ്ടല്ലോ പപ്പടം പൊടിക്കുന്ന പോലെ അവൾ എന്നെ എടുത്ത് ഉരുട്ടിക്കളയും, അവളുടെ മുമ്പിൽ അങ്ങനെ വെറുതെ ചെന്ന് നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ആഹാ മേഡം അത്രയ്ക്ക് വലിയ ഭീകരിയായിരുന്നോ? അപ്പോഴേക്കും ആ പോലീസുകാരൻ പറയുകയാണ്, എന്നാൽ ഇനി ഈ കേസിൽ ഞാനുണ്ടാവില്ല സാറേ, എൻ്റെ ജോലി പോകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്നൊക്കെ പറയുന്നുണ്ട്, ഈ കേസിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരാൻ നോക്ക് സാറേ, അല്ലെങ്കിൽ അത് സാറിനും വിഷയമാകും, സാറിൻ്റെ തടി കേടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഇനിയിപ്പോൾ എന്താ ഇതിനൊരു വഴിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അറിയില്ലടോ, ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അവൾ തെളിയിച്ചാലുണ്ടല്ലോ പിന്നെ അനന്തപുരിയിൽ ഞാൻ കാണില്ല, ആ മൂർത്തി മുത്തശ്ശനെ, ആ കിളവൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടും, അതിന് മുമ്പ് തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിടണമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, സാറേ അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തരുത്, ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി തന്നെ പോകും സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സാറ് ഇത്രയും നാളും തന്ന കാശിന് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എനിക്ക് എത്തിക്കാൻ പറ്റി, ഇതുവരെ ഈ സത്യങ്ങളൊന്നും വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഇനി അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ, അതുകൊണ്ട് എൻ്റെ നമ്പറും കൂടെ സാറ് ഡിലീറ്റ് ചെയ്ത് തരുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ശരിയടോ, ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്തേക്കാം, പക്ഷേ അവളെ അത്ര നിസ്സാരമായിട്ട് നിങ്ങൾ കരുതണ്ട, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അവൾ കണ്ടുപിടിക്കും, എന്നിട്ട് എല്ലാവർക്കും ശിക്ഷ മേടിച്ച് തരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആ പോലീസുകാരന് ഒരു പേടിയാവുന്നുണ്ട്. എന്നിട്ട് അബി ഓർക്കുന്നുണ്ട്, ഈശ്വരാ പെട്ടല്ലോ,
എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ മൈൻഡ് തന്നെ കൺവേർട്ട് ചെയ്ത് വിടണം. അവൾ ആ കേസ് അന്വേഷിക്കാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഈ കേസിൽ നിന്ന് അവളെ പിന്മാറ്റണം എന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ. കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും കേസുകൾ ഉണ്ടാക്കണം. അപ്പോൾ അവളുടെ മൈൻഡിൽ നിന്ന് ഈ കേസ് മാറുമല്ലോ, അപ്പോൾ അവൾ അത് അന്വേഷിച്ചോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവിൻ്റെ ഈ ഒരു മൈൻഡ് മാറ്റാനായിട്ടുള്ള, നന്ദുവിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അവളൊരു അന്വേഷണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് വേറെ എന്തെങ്കിലും കേസ് ഒപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം.